ലേവ്യരുടെ പുസ്തകം അധ്യായം 23. ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യ ഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ നീരാഞ്ജനം ചെയ്യണം. സാപത്തിന്റെ പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ. കറ്റ കർത്താവിന് നീരാഞ്ജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ 1 വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടുത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം. അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത 10 എഫ നേരിയ മാവായിരിക്കണം. അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം. പാനീയ ബലിയായി 4 ഹിൻ വീഞ്ഞും അർപ്പിക്കണം. നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത്.